അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ ഉമ്മാക്ക് പല്ല് വെക്കാൻ വേണ്ടി പോവാണ്. വയസ്സായ സ്ഥിതിക്ക് പല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എത്ര പല്ലാണോ പോയിട്ടുള്ളത്, നമ്മള് ഗിവ് അവേ ഒക്കെ പറഞ്ഞ മാതിരി അത്ര പല്ലൊന്ന് ചലഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. എത്ര പല്ല പോയിട്ടുള്ളത്? 32 പല്ല് പോയാലും വെച്ചില്ല കേട്ടോ. എത്ര പല്ല് പോയിട്ടുണ്ട്? വേദന മാറില്ല. എവിടെ ഏതൊക്കെ പല്ലാ നോക്കട്ടെ. മൊത്തം പല്ല് പോയിരുന്നോ? റൂട്ട് കനാൽ ചെയ്യാൻ കഴിയൂല. വേറെ എന്താണ് ചെയ്യാൻ പറ്റാന്ന് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണ പല്ല്. അതിന് പൈസ പോയാലും കുഴപ്പമില്ല. എന്ത് പല്ല് വെക്കണതോ? സാധാരണ എല്ലാവർക്കും സൗന്ദര്യം വെക്കാറുള്ള ഇഷ്ടമാണല്ലോ. ഇത് സൗന്ദര്യം വേണ്ട പല്ലും വേണ്ട എന്ന് പറഞ്ഞാൽ ടീംസാണ്. മറ്റവർക്ക് ഇവിടെ മുടി പോയ പ്രശ്നവും കളറ് പോയ പ്രശ്നവും തടി കൂടിയ പ്രശ്നമൊക്കെ. നിങ്ങൾക്ക് പവറില്ലേ? ആരാ നിങ്ങള് പുറത്തിറങ്ങി ആരാ? ഇപ്പൊ പല്ലില്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തള്ളക്ക് പല്ലും കൂടി ഇല്ലാന്ന് ആൾക്കാര് പറയില്ലേ? പല്ല് വെച്ചോളി. പല്ലില്ലെങ്കിൽ ചൊറുക്കുണ്ടാവില്ല. ആകെ തൊള്ളയില് പല്ലുള്ളു. ബുദ്ധിയില്ല. പല്ലെങ്കിലും ഉണ്ടായിക്കോട്ടെ. പല്ല് വെക്കാൻ അയക്കൂല. പിന്നെ എന്താ പല്ല് ഡോക്ടറെ കാണണേ? വേദന വരികയാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് വേദനക്കുള്ള പഴുപ്പ് വേദന ഉണ്ടെങ്കിൽ വേദനക്കുള്ള ഗുളിക മരുന്ന് വേണ്ട. പല്ല് വേണ്ട. ഈ സൈഡും ഒറ്റ പല്ലില്ല. എങ്ങനെയാ ചവക്ക? കഞ്ഞി അപ്പൊ ചവച്ചരച്ച് എങ്ങനെ തിന്ന? അപ്പൊ മുണുങ്ങല. എന്താ ചെയ്യാ? പല്ല് വെക്കാൻ അയച്ചില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വെച്ചെടുക്കാനായിട്ടല്ലോ. എനിക്ക് വേണ്ടാന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞാല്, വാശി പിടിച്ചു കഴിഞ്ഞാല് പിന്നെ വെക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് സോഡിയം എല്ലാം കുറവുണ്ടാവും. വയറിളക്കിയപ്പോ പല്ലൊന്നും വേണ്ടാന്ന് പറയണേ. അങ്ങനെ ഗൈസ്, ഞാൻ അതിൻ്റെ അടുത്തൊരു പല്ല് മാറ്റിയായിരുന്നു. അതിന് പുതിയൊരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ട്. ഉമ്മാക്ക് റൂട്ട് കനാലൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം പല്ലുണ്ടെങ്കിലല്ലേ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ പല്ല് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെപ്പല്ല് വേണോ? നിനക്ക് വെപ്പല്ല് വരാൻ മടി എന്താ അറിയോ? നിങ്ങളത് എവിടെയെങ്കിലും വെച്ച മറക്കുവേ. അങ്ങനെയല്ല, അത് കയ്യിൽ ഇങ്ങനെ വെക്കണം. തിന്നുമ്പോ ഇല്ല വന്നിട്ട്. നമ്മള് തൃക്കടിയിൽ എത്തിയിട്ടുണ്ട്. തൃക്കടിയിലാണ് ഉമ്മാക്ക് പല്ലൊക്കെ പോണേ. എന്റെ ഫ്രണ്ടിത്തെ നാലെണ്ണം ഒട്ടിക്കല്ല, കമ്പിട്ടാലോ? അതേമാതിരി കമ്പിട്ട് ഈ പൊന്തിയ പല്ല് റെഡിയാവേ. ഈ പൊന്തിയ പല്ല് റെഡിയാക്കോ? എന്നാ ക്ലിപ്പിടാ. എന്നാ പല്ലിന്റെ ഗ്യാപ്പ് അടിച്ചാലോ? ഇത് പോന്ന അങ്ങനെ പല്ല് ഡോക്ടറെയൊക്കെ കണ്ടു. എന്തൊക്കെയാന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. നല്ല വെയില. ഉമ്മാനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പല്ലൊക്കെ കാണിച്ച് ഞാനൊന്ന് ഉറങ്ങി. കാര്യങ്ങൾ പറയണ്ടേ ഗൈസ്. അതിന് മുമ്പ് നമുക്ക് നോമ്പ് തുറക്കാൻ നേരമായിട്ടുണ്ട്. നോമ്പ് ഒന്ന് തുറക്കട്ടെ. അപ്പം എൻ്റെ സ്പെഷ്യൽ ഇന്ന് എന്തൊക്കെയാണ്? ഈ ഫ്രൂട്ട്സും ഈ ഷെയ്ക്കുമാണ്. തറവാട്ടിലോട്ട് പോവാണ്. ഇവിടെ വേണമെങ്കിൽ നിന്നോളി. ഞാൻ ജിമ്മിന് പോയി വന്നിട്ട് അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയത് പറഞ്ഞിട്ടേ പൈസ. അപ്പം ഇന്ന് രാത്രി ഞാൻ സിനുവിനെ കൊണ്ടുവരാൻ പോകണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് രാത്രി പോണതും ഞാൻ രാവിലെ അത്തായം കഴിഞ്ഞ് പോണതും കണക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ പുലർച്ചെ അത്തായത്തിന് ഏതായാലും നീക്കും. അപ്പോൾ എന്താണ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഉറങ്ങലൊന്നുമില്ല. അപ്പോൾ ആ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും തിരിച്ച് നാട്ടിൽ തന്നെ എത്തും. ഞാൻ ഇപ്പോൾ വരില്ലേ? പല്ലിൻ്റെ കാര്യം എന്താ പറഞ്ഞ് ഉമ്മാൻ്റെ പല്ല് മൊത്തം മാറ്റാൻ വേണ്ടി പോവാണ്. അതായത് ഫ്രണ്ടില് ആ 2 പല്ല് നമ്മൾ മാറ്റും. ഒരു 5 പല്ല് പറിക്കും. 5 പല്ല് എന്ന് പറഞ്ഞാൽ പല്ലില്ല, കുറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ പേടിയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. വേദന നയിക്കണ്ടേ? അപ്പൊ അതൊക്കെ തരിപ്പിച്ച ഒരാഴ്ച വേദന ഉണ്ടാവും. മറ്റേ പിന്നെ പിന്നീട് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമല്ല. ഒക്കെ വെപ്പല്ലാവും. പിന്നെ പല്ലിന്റെ ഫ്രണ്ടിലെ ഗ്യാപ്പുകൾ അടക്കും. മൊത്തത്തില് എന്താണ് ഒരു ചൊറുക്കാക്കാൻ വേണ്ടി പോവാണ്. പല്ലൊക്കെ എന്തായാലും പല്ല് കെട്ടലിങ്ങനെ നടക്കൂല. കാരണം ഒക്കെ പാടെ വലിച്ചു കിട്ടിയ മോണടക്കം ഇങ്ങോട്ട് പോരും. അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ പല്ല് വലിച്ചു കെട്ടലൊക്കെ ഒന്നും നടക്കൂല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ രാജേട്ടനെ വെച്ചിട്ട് കമ്പി വേലി കെട്ടാ.
ഒന്നും അതിന് നടക്കൂല. ഓക്കെ, അപ്പോൾ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ പല്ല് വെക്കാൻ വേണ്ടി പോവാണ്. ഫ്രണ്ടിലൊന്നും ഈ ഗ്യാപ്പിലൊന്നും പല്ലില്ല, ആ ഗ്യാപ്പിലും പല്ലില്ല. അപ്പോൾ കടിച്ച് ചമച്ച് തിന്ന വൈക്ക് പല്ല് വേണ്ടേ, ആണെങ്കിൽ പല്ല് വേണല്ലോ. അതില്ലാത്തോണ്ട് നമ്മള് പല്ല് പല്ലിനേക്കായ മൂർച്ച തൊണ്ണൂറുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് വെച്ചെടുക്കാം. ഇപ്പൊ വേദനക്കുള്ള മരുന്ന് അതൊക്കെ കൈ പിടിച്ചിട്ടോ, കുടിച്ചോ? വേദന ആക്കണ്ടോ? ഗ്യാസോ? പിന്നെ വേദനയുടെ മരുന്ന് 2 ദിവസം കുടിച്ചിട്ട് വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് പല്ല് കീറാൻ വേണ്ടി പോവാ. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ നീളൂ, നിങ്ങൾ അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ പല്ലിന് ക്ലിപ്പ് ഇടാതെ പോയത്. എപ്പോഴും വെച്ചോ, പെരുന്നാളാകുമ്പോ നേരെ വൃത്തിക്ക് ചൊറുക്കിലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം കേട്ടോ. അങ്ങനെ നേരെ താഴത്തെ വരയ്ക്കുള്ള ഉമ്മാന്റെ കുടിക്ക് ഉമ്മാനാക്കിയിട്ട് ഞാൻ പോവും. ഉമ്മാനെ ഇറക്കി ആയിക്കോട്ടെ. ആദ്യത്തെ തറവാട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്നാ പിന്നെ ആളില്ലാതെ ഒറ്റക്ക് നിൽക്കണ്ടല്ലോ പെരയില്, പോയി വരട്ടെ എന്ന് വിചാരിച്ച് കഴിച്ച്. എന്തായാലും രാവിലെ നമുക്ക് കൊടുന്ന് കട്ടാട്ടോ. പെരുന്നാള് വരെ നിൽക്കാൻ പോയ സിനുവിനെ പിടിച്ചു കൊടുന്നു എന്നാണ് സിനു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ ഓപ്പണിങ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈവനിങ്ങിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എന്റെ 2 മക്കള് കിടക്കണൊക്കെ അലയ തിരിയാണ് കടന്നിട്ട്. ഓക്കെ, അങ്ങനെ ഇന്നലെ രാത്രി ഉമ്മാനെ അവിടെ ആക്കി സിനുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അങ്ങനെ നോമ്പ് തടിമ പൊടുത്തു ആ കോലം കെട്ടുമെന്ന് പറഞ്ഞു. നല്ല ക്ഷീണുണ്ടോ? അല്ല, അപ്പൊ എന്തായാലും അങ്ങനെ നമ്മള് നേരെ പെരിന്തൽമണ്ണ എത്തി. ഇനി നേരെ വീട്ടിലോട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന ദിവസങ്ങള്? ആരും ഒരു കമന്റ് ഇട്ടു, സിനു പോയി കഴിഞ്ഞാൽ അപ്പം ഉമ്മാക്ക് കേടാണ്. എന്താ അങ്ങനെ? സിനു പോയ അപ്പം ഉമ്മക്ക് കേടാണെന്ന് പറഞ്ഞ മാതിരി സിനു പോയിട്ട് സിനുവിനെ വരുത്തിക്കാനും ഉമ്മക്ക് കേടായിരുന്നു. ഉമ്മക്ക് നല്ല കേടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ പല്ല് ഡോക്ടറെ കാണിച്ചു. പല്ലൊക്കെ നമുക്ക് മാറ്റാൻ പറഞ്ഞേക്കണം. 5 പല്ല മാറ്റാൻ പറഞ്ഞേക്കണം. അപ്പൊ പല്ല് 5 പല്ലിനെ കുറ്റിയുള്ളത്, 5 പല്ലിന്റെ കുറ്റി എടുത്തിട്ട് അവിടെ വേറെ പല്ല് വെക്കണം. ഞാൻ ഫ്രണ്ടിലാ 4 പല്ല് മാത്രമേ വെക്കണുള്ളൂ, ബാക്കിയൊന്നും വെക്കണില്ല. ഓക്കെ, അപ്പൊ കുറെ പണിയുണ്ടായിമേ. അപ്പൊ വേദനക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിക്കണേ. അപ്പൊ എന്തായാലും ഗായ്സ് അങ്ങനെ എത്ര നോമ്പായി ഒരു ഓർമ്മ എനിക്ക് കിട്ടണില്ല. 21 നോമ്പായി. നേരി കഴിഞ്ഞാൽ ഒരു 7 നോമ്പോ അല്ലെങ്കിൽ 8 നോമ്പോ കിട്ടും അല്ലേ? പിന്നെ 30 കിട്ടുമോ? കിട്ടിയാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാണ്ട് ഒക്കെ നല്ല തിരക്കാണ്. ഇനി പെരുന്നാൾക്ക് നമ്മുടെ ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പെരുന്നാളിൻ്റെ ആ മൂട്ടിലേക്കാണ് നമ്മളെല്ലാ കാര്യങ്ങളും. ഒന്നാമത് ഈ ഒരു ബ്രാൻഡിന്റെ ഓട്ടത്തിൽ അതങ്ങനെ റെഡിയാക്കലും പേജ് ഉണ്ടാക്കും, അങ്ങനെ കുറേ പണികളുണ്ട്. എന്റെ അമ്മക്ക് എടുത്തു കൊടുത്തു, എന്റെ ഉപ്പക്ക് എടുത്തു കൊടുത്തു, എന്റെ വല്യമ്മക്ക് എടുത്തു കൊടുത്തു, എന്റെ വല്യാപ്പക്ക് എടുത്തു കൊടുത്തു, എന്റെ അമ്മ എന്റെ 2 ഉമ്മമാർക്ക് കിട്ടും ഒക്കെ എടുത്തു കൊടുത്തു. ഒന്നും പുതിയ ആപ്പിളൊക്കെ എടുത്തു തന്നിട്ടില്ല. ഇനി 2 ഉമ്മാർക്കും വല്യമ്മക്കും വല്യാപ്പക്കും വാപ്പക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ത് ഇവിടുന്ന് എടുക്കാന്ന്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഇവൾക്ക് എപ്പോഴും ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഇവിടെ എപ്പോഴും പറയല് ഓളെ ആദ്യം പരിഗണിക്കണം എന്നുള്ള. എന്നിട്ട് ഇപ്പൊ ഞമ്മക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്നോ പറഞ്ഞു എന്തോ നിങ്ങൾക്ക് എന്ത് ബ്രാൻഡാ, ഒരു ബ്രാൻഡിന്റെ ഷർട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് ഒപ്പിക്കും. ഇനിയിപ്പോൾ അതിൽ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. ഒക്കെ അവരാരെ ആൾക്കാർ കഴിഞ്ഞിട്ടൊക്കെ തന്നെ നമ്മളുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളാണിത് ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മള് ഭർത്താക്കന്മാരാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 കാര്യം ഉണ്ടാവും. നമ്മളിപ്പോ ഇതിനൊന്നും തർക്കിക്കാനോ വരച്ചു പിടിക്കാനോ ഒന്നും നമ്മളില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ. ബ്രാൻഡിന്റെ കോല ഇപ്പൊ ഈ നിക്കണത് എന്ത് ഈ കോല ഇക്കണേ? എൻ്റെ അവിടെ പോയി വന്നപ്പോ ആകെ കേടുന്നല്ലോ. മറ്റു ഡയലോഗ് എൻ്റെ അവിടെ പോയി വന്നപ്പോ ആകെ കേടുന്നല്ലോ വേറെ നോമ്പ് നോക്കാത്ത. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു ഓൺട്രപ്രണറാണ് ഇരിക്കണത്. വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളൂ ഓൺട്രപ്രണറിനെ. എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബ്രാൻഡിന്റെ കാര്യങ്ങളും ആർക്കെങ്കിലും ഒരു ഓപ്ഷൻ തരാം.
എന്താണ് പേര് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ക്ലൂ കൊടുക്കാം. ടീ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും എല്ലാരും നിത്യന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. ഡ്രസ് ആവണമെങ്കിൽ അത് വേണം. ഓക്കെ, അപ്പൊ അത്രയും ഒരു പെട്ടെന്ന് ഒരാൾക്ക് പിടിച്ചാൽ കിട്ടാത്ത പേരാണ്. അതുകൊണ്ട് എന്താണ് ട്രഡീഷണൽ ഒരു പേരാണ്. അപ്പൊ എന്തായാലും ഓക്കെ, അവസാനം ഇപ്പൊ ഇത് പറയുന്നു തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളത് നിങ്ങൾ സജഷൻ ചെയ്യും. തെരഞ്ഞെടുക്കണ കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറ്റൂല. ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ തരുന്നതാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ്